ഇല്ല. ഇതാണ് ഇപ്രാവശ്യത്തെ ലോക മലയാളികളുടെ പെരുന്നാൾ സന്തോഷം. 20 വർഷം കഴിഞ്ഞ് ആ മനുഷ്യൻ സ്വന്തം ഉമ്മയുടെയും കുടുംബത്തിന്റെയും അടുത്ത് എത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും ഉമ്മയെയോ കുടുംബത്തെയോ പിറന്ന നാടിനെയോ കാണാൻ സാധിച്ചേക്കില്ലെന്ന് ഉറപ്പിച്ച ഒരു മകനും, ഇനി ഒരിക്കലും തന്റെ മകനെ കാണാൻ സാധിച്ചേക്കില്ലെന്ന് ഉറപ്പിച്ച ഒരു ഉമ്മയും ഒരിക്കൽ കൂടി സമാഗമിക്കുന്ന സുന്ദര മുഹൂർത്തം. 2 വർഷം മുന്നേ എന്നോട് റഹീമിന്റെ സഹായ സമിതിയിൽപ്പെട്ട ഒരാള് സൗദിയിൽ റിയാദിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് റഹീമിന്റെ കേസും തൂക്കിക്കൊല്ലാൻ വിധിച്ചതും ബ്ലഡ് മണി ആയിട്ട് 34 കോടി ആവശ്യമുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. തൂക്കിലേറ്റാൻ വിധിച്ചതിന്റെ 1 മാസം മുന്നെയാണ് ഈ സംഭവം. കേവലം 4.5 കോടി രൂപ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. 2024 ഏപ്രിൽ 15-ന് തൂക്കിലേറ്റാനായിരുന്നു വിധിച്ചത്. ഒരാൾക്ക് വേണ്ടി മാത്രം 34 കോടിയൊക്കെ പിരിക്കണമെന്നൊക്കെ സ്വാഭാവികമായും ചില സാധാരണക്കാർക്കിടയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ തൂക്കിലേറ്റാൻ ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ ഏപ്രിൽ 8-ന് എന്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ആശയമായിരുന്നു, എന്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൂടാ. അങ്ങനെ ആ ചിന്തയിൽ നിന്നുമാണ് നമ്മുടെ പേജിൽ റഹീമിനെ തൂക്കിലേറ്റാൻ ഇനി 7 ദിവസം മാത്രമെന്ന 10 പേജുള്ള സ്ലൈഡുകളായിട്ട് ഒരു പോസ്റ്റർ ഇടുന്നത്. അതിൽ റഹീമിന് എന്താണ് സംഭവിച്ചത്, എന്നാണ് ഡെഡ് ലൈൻ, ഇതുവരെ എത്ര ലഭിച്ചു, ഇനി എത്ര പൈസ വേണം, ഇനി പൈസ ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ സഹായിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും മെൻഷൻ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, അത് ലോക മലയാളികളെ ഏറ്റെടുത്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക നേതാക്കൾക്കിടയിലേക്കൊക്കെയും തന്നെ നമ്മുടെ ആ പോസ്റ്റർ എത്തുകയും സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം പല പ്രമുഖരും ആ പോസ്റ്റർ അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ ഷെയർ ചെയ്യുകയും സ്റ്റോറി ആക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യ 24 മണിക്കൂറിൽ 10 കോടിയിലേക്ക് എത്തുകയും പിറ്റേന്ന് മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മറ്റു പല ഭാഷകളിലേക്കൊക്കെയും തന്നെ മൊത്തം തർജ്ജമ ചെയ്ത പേജുകൾ അടങ്ങിയ പോസ്റ്ററുകളും നമ്മുടെ പേജിൽ വരികയും ചെയ്തു. 3 ദിവസം കൊണ്ട് ലഭിച്ചത് ഇത്ര കോടി, 4 ദിവസം കൊണ്ട് ലഭിക്കേണ്ടത് ഇത്ര കോടി, ഡെഡ് ലൈൻ ഇന്നാണ്, റിസീവ്ഡ് എമൗണ്ട്, ബാലൻസ് തുടങ്ങി ഓരോ അപ്ഡേറ്റ്സും നമ്മുടെ പേജിൽ വരുമ്പോഴും മത്സരം പോലെയാണ് എല്ലാവരും ആവേശത്തോടെ ഏറ്റെടുക്കുകയും അവരുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. ഏപ്രിൽ 8-നായിരുന്നു ആ പോസ്റ്റർ ഇട്ടതെങ്കിൽ കേവലം 4 ദിവസം കൊണ്ട് ഏപ്രിൽ 12-ന് 34 കോടി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. അങ്ങനെ തൂക്കിലേറ്റാൻ വിധിച്ച മനുഷ്യന് 3 ദിവസം മുന്നേയുള്ള ആശ്വാസത്തിന്റെ പൊൻകിരണം. യഥാർത്ഥത്തിൽ മലയാളികളോടൊപ്പം കർണാടകക്കാരും മറ്റു വിവിധ ദേശഭാഷക്കാരും ഇതിൽ സഹകാരികളായിട്ടുണ്ട് എന്നതാണ് സത്യം. അതിനിടയിൽ ബോച്ച എന്ന വലിയ മനുഷ്യൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അകമഴിഞ്ഞ സപ്പോർട്ടും ചെയ്തു. അതുപോലെ സേവ് അബ്ദുറഹീം ആപ്പ് ഡെവലപ്പ് ചെയ്ത ടീം സ്പൈൻ കോഡും മറ്റൊരുപാട് നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും, ഏറ്റവും പ്രധാനമായി റഹീമിന് വേണ്ടി തുടക്കം മുതൽ ഇതുവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത അബ്ദുറഹീം നിയമസഹായ സമിതിയും എല്ലാം തന്നെ ഇതിൽ വലിയ പങ്കാളികളാണ്. ഇന്നിപ്പോ ആ ഉമ്മയുടെയും കുടുംബത്തിന്റെയും സന്തോഷം മാത്രമല്ല, ഇതിലേക്ക് ഒരു തുട്ട് നാണയമെങ്കിലും കൊടുത്ത നിങ്ങൾ ഓരോരുത്തരും ഇതിൽ സന്തോഷിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണിത്. പെരുന്നാൾ സന്തോഷം ഇരട്ടിയാക്കിയ ഒരു നല്ലൊരു ദിനം. സഹായിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.